അപ്പോൾ നമ്മൾ കണ്ടു ജൂൾസ് ലോ പ്രകാരം H is equal to I square RT എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ജൂൾസ് ലോന്റെ ഡിഫറെന്റ് ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് ഓഫ് ജൂൾസ് ലോ ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ പാഠഭാഗത്ത് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ പ്രധാനമായിട്ടും ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് കാണാൻ 3 ഇക്വേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് നമ്മുടെ ജൂൾസ് ലോ തന്നെ പറയുന്ന H is equal to I square RT എന്ന് പറയുന്ന ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് H is equal to V square T by R എന്ന് പറയുന്ന ഇക്വേഷൻ. മൂന്നാമത്തേത് H is equal to V into I into T എന്ന് പറയുന്ന ഇക്വേഷൻ. 3 ഇക്വേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് H is equal to I square RT ജൂൾസ് ലോ പ്രകാരമുള്ള ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ സ്ക്വയറിന്റെയും റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള ഇക്വേഷൻ ആയിട്ടുള്ള H equal to I square RT എന്ന് പറയുന്ന ഇക്വേഷൻ. രണ്ടാമത് H equal to V square T by R എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടുത്തെ V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. ദെൻ മൂന്നാമത്തെ ഇക്വേഷൻ H equal to V into I into T എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി എങ്ങനെയാണ് ഈ H equal to V square RT യും അതുപോലെ തന്നെ H equal to V into I into T എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടായതെന്നാണ് നോക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ ഉണ്ടായെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ജൂൾസ് ലോ പ്രകാരം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ജൂൾസ് ലോ പ്രകാരം നമുക്കറിയാം H equal to എന്തായിരുന്നു ഇക്വേഷൻ? ഫസ്റ്റത്തെ ഇക്വേഷൻ തന്ന ഇക്വേഷൻ എന്തായിരുന്നു? H is equal to I square RT. ജൂൾസ് ലോ പ്രകാരം H കാണാനുള്ള അല്ലെങ്കിൽ ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു H is equal to I square RT എന്ന് പറയുന്നത്. ഇവിടുത്തെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻ ഓം, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ്. ഇനി നമ്മൾ ഓംസ് ലോ കൂടി പഠിച്ചിരുന്നു. ഓംസ് ലോ, ഫ്രം ഓംസ് ലോ we know that V equal to IR. ഓംസ് ലോ പ്രകാരം അല്ലെങ്കിൽ ഓംസ് ലോയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? V equal to IR എന്ന് പറയുന്നതായിരുന്നു വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ. V equal to IR. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, I എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്. V equal to IR എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൽ നിന്നും V equal to IR എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും നമുക്ക് I equal to V by R എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. V equal to ഓംസ് ലോ പ്രകാരം V equal to IR എന്നായിരുന്നു. ഇതിൽ നിന്നും I current equal to V by R, വോൾട്ടേജ് by R എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. ഈ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇനി ഈ ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു? ഇക്വേഷൻ നമ്പർ 1നകത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. Put the equation number 2 in 1. അപ്പൊ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? H equal to I square RT എന്നായിരുന്നു ഒന്നാമത്തെ ഇക്വേഷൻ. അതിലെ I എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പകരം നമുക്ക് പുതുതായിട്ട് കിട്ടിയ ഇക്വേഷൻ ആയിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടുള്ള I equal to V by R എന്നുള്ളത് കൊണ്ടുപോയി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ H equal to I square RT യിലെ I എന്ന ക്വാണ്ടിറ്റിക്ക് പകരം V by R കൊണ്ടുപോയി ഇട്ടെടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയായി തീരും? H is equal to I ന്റെ സ്ഥാനത്ത്, അതായത് കറണ്ടിന്റെ സ്ഥാനത്ത് V by R എന്ന് വന്നു. I സ്ക്വയർ ആയത് കാരണം V by R ഹോൾ സ്ക്വയർ വന്നു. പിന്നെ ബാക്കിയുള്ള R into T കൂടെ വന്നു. അങ്ങനെ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയായിട്ട് മാറും? H is equal to V by R ഹോൾ സ്ക്വയർ into R into T എന്നായിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി V സ്ക്വയർ നമ്മൾ കാണുന്ന സ്ക്വയർ, മുകളിൽ കാണുന്ന ഹോൾ സ്ക്വയർ നമ്മൾ അകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്തായിട്ട് മാറും? V സ്ക്വയറും വരും, താഴെ R സ്ക്വയറും വരും, ഇൻറ്റു R ഇൻറ്റു T എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി. D സ്ക്വയർ വരും, അതുപോലെ തന്നെ R-ന്റെയും സ്ക്വയർ വരും, കൂടെ ഇൻറ്റു R ഇൻറ്റു T എന്നായിട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ R ഇവിടെ താഴെ ഒരു R സ്ക്വയർ ഉണ്ടായിരിക്കും. അതിലത്തെ ഒരു സ്ക്വയർ എന്ത് ചെയ്യും? ക്യാൻസൽ ആയിട്ട് പോകും. ഇവിടുത്തെ ഒരു R-ഉം ഇവിടെ ഉണ്ടാവുന്ന R സ്ക്വയറിലെ ഒരു R തമ്മിൽ ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? H is equal to എന്തായിട്ട് മാറും? V square T by R എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് മാറും. H is equal to V square T by R എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് മാറും. ഇക്വേഷൻ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എങ്ങനെയായിരുന്നു? നമുക്ക് ജൂൾസ് ലോ പ്രകാരം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? H is equal to I square RT എന്നായിരുന്നു ഇക്വേഷൻ. ഓംസ് ലോ പ്രകാരം V equal to IR എന്നാണ് ഇക്വേഷൻ. ഇതിൽ നിന്നും നമുക്ക് I equal to V by R എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇനി
ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 1ലെ I എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പകരം കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയായിട്ട് മാറും? H equal to V by R whole square into R into T എന്നായിട്ട് വരും. ഇവിടെ സ്ക്വയറും ഒരു ആറും തമ്മിൽ വെട്ടിപ്പോകും, അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് പോകുന്നത് കാരണം ഒരു R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് മാറും H equal to V square T by R എന്നായിട്ട് മാറും. ഇങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ രൂപപ്പെട്ടത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? H equal to VIT എന്ന് പറയുന്ന ഇക്വേഷൻ. H equal to VIT എന്ന് പറയുന്ന ഇക്വേഷൻ അതെങ്ങനെ ഫോം ചെയ്തു? ഇതും അതുപോലെ തന്നെ ജൂൾസ് ലോ പ്രകാരം നമുക്കറിയാം ഇക്വേഷൻ എന്തായിരുന്നു? H equal to I square RT. ജൂൾസ് ലോ പ്രകാരം ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ ആയിട്ടുള്ള H equal to I square RT എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയും. ഇനി വീണ്ടും ഓംസ് ലോ പ്രകാരം V equal to IR എന്ന് പറയുന്ന ഇക്വേഷൻ കൂടി കൊടുക്കും. ഇവിടെ നിന്നും നമുക്ക് R, ഓംസ് ലോ പ്രകാരം V equal to IR എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും റെസിസ്റ്റൻസ് R കാണാൻ പറ്റും. എന്ത് വരും? റെസിസ്റ്റൻസ് R കാണുമ്പോൾ R equal to V divided by I എന്ന് പറയുന്ന ഇക്വേഷൻ വരും. ഇവിടുത്തെ R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ്, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട്. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 in 1. എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1ലെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള R എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പകരം ഇപ്പൊ കിട്ടിയ പുതിയ ഇക്വേഷൻ ആയിട്ടുള്ള V by I എന്നുള്ളത് കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ നമ്പർ എങ്ങനെ വരും? ഇക്വേഷൻ നമ്പർ 1 എങ്ങനെ വരും? H equal to I square അതുപോലെ തന്നെ ഉണ്ട്. R ന് പകരം എന്ത് വന്നു? V by I എന്ന് വന്നു, into T കൂടെ വന്നു. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു I square ഉണ്ട്, അതുപോലെ തന്നെ I ഉണ്ട്. ഒരു സ്ക്വയറും താഴെയുള്ള I യും തമ്മിൽ ക്യാൻസൽ ആയിട്ട് പോകും. I യും താഴെയുള്ള അല്ലെങ്കിൽ മുകളിലുള്ള I സ്ക്വയറും താഴെയുള്ള I യും തമ്മിൽ ക്യാൻസൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പുതിയ ഇക്വേഷൻ ആയിട്ടുള്ള H equal to V into I into T എന്ന് പറയുന്ന ഇക്വേഷൻ രൂപപ്പെടും. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ജൂൾസ് ലോ പ്രകാരം ഇക്വേഷൻ എന്തായിരുന്നു? H equal to I square RT. ഓംസ് ലോ പ്രകാരം നമുക്കറിയാവുന്ന ഇക്വേഷൻ V equal to I into R. V എന്ന് പറഞ്ഞ വോൾട്ടേജ്, I എന്ന് പറഞ്ഞ കറണ്ട്, R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്. ഇവിടെ നിന്നും R equal to എന്ന് കൊണ്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. R equal to V by I. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അത് കൊണ്ടുപോയിട്ട് നേരെ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? Put the equation number 2 in 1. ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഇക്വേഷൻ നമ്പർ 1 become H equal to I square, R ന് പകരം V by I ഇട്ട് കൊടുത്തു, into T എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? ആണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ H is equal to V I T എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് ജൂൾസ് ലോ അല്ലെങ്കിൽ ഹീറ്റ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓംസ് ലോ പ്രകാരം നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിരുന്നു. V equal to I into R എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിരുന്നു. അതിനകത്ത് ഉള്ള ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു. നമുക്കറിയാം ഓംസ് ലോ എന്തായിരുന്നു? V പ്രൊപ്പോർഷണൽ ടു I ആയിരുന്നു ഓംസ് ലോ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ടേം ആയിരുന്നു R എന്ന് പറയുന്ന ടേം. അതാണ് എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ തൊട്ട് മുൻപ് നമ്മൾ ജൂൾസ് ലോ പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു R എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ഏരിയയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അതായത് R എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെ കണക്ട് ചെയ്യാം, ഒരു സർക്യൂട്ടിനകത്ത് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. R എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? റെസിസ്റ്റൻസ് ആയിരുന്നു. അതിന്റെ യൂണിറ്റ് ഓം ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനി എങ്ങനെ ഈ റെസിസ്റ്റൻസുകളെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറേഞ്ച്മെന്റ്സ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട്. അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിനകത്ത് ഒന്നോ അതിലധികമോ റെസിസ്റ്റൻസുകളെ എങ്ങനെ ഏതൊക്കെ വിധത്തിൽ അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ക്രമീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ, 2 type of arrangement. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? റെസിസ്റ്റൻസുകളെ അറേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ.
എങ്ങനെയാ പറയുന്നത്? ഒരു സർക്യൂട്ടിനകത്ത് റെസിസ്റ്റൻസുകളെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് റെസിസ്റ്റൻസുകളെ കണക്ട് ചെയ്യാറുള്ളത്. അതിൽ ഒന്നാമത്തതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഒരു സീരീസ് പോലെ അല്ലെങ്കിൽ ഒരു നീണ്ട വരി പോലെയാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സീരീസ് എന്ന് പറയുന്നത്. സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷൻ എന്നൊക്കെ പറയും. രണ്ടാമത് വരുന്നതാണ് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്സിൽ കേട്ടിട്ടുണ്ടായിരിക്കും, പാരലൽ ലൈൻസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരിക്കലും അവ തമ്മിൽ എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടുന്നില്ല. ഒരിക്കലും അവ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും രണ്ടും സെയിം ആണ്. എന്താണ്? രണ്ട് റെസിസ്റ്റൻസുകൾ പാരലൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരിക്കലും അവ തമ്മിൽ ഇവിടെ കൂട്ടിമുട്ടുന്നില്ല. സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായിട്ടായിരുന്നു. പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റെസിസ്റ്റൻസുകളും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് അറേഞ്ച്മെന്റ്സ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് അറേഞ്ച്മെന്റ് ആണുള്ളത്. ഒന്ന് സീരീസ് കോമ്പിനേഷൻ, R1 R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസുകൾ എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് പാരലൽ കോമ്പിനേഷൻ, അത് ഒരു റെസിസ്റ്റൻസിന് പാരലൽ ആയിട്ട് മറ്റൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. ഈ രീതിയാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞല്ലോ രണ്ട് രീതിയിൽ നമുക്ക് റെസിസ്റ്ററുകളെ ഒരു സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഏതൊക്കെയായിരുന്നു? സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും. ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ളത് സീരീസ് കണക്ഷൻ, ഒന്നിന് പാരലൽ ആയിട്ട് മറ്റൊരു റെസിസ്റ്റൻസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാരലൽ കണക്ഷൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സീരീസ് കണക്ഷൻ എങ്ങനെയാണ്, അത് മൂലം ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് കൊടുത്താൽ സംഭവിക്കുന്ന കറണ്ടിന് വോൾട്ടേജ് എന്ത് സംഭവിക്കുന്നു, എങ്ങനെ റെസിസ്റ്റൻസുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനും ആ കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വോൾട്ടേജിനും എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം സീരീസ് കണക്ഷൻ നമ്മൾ നോക്കണം. രണ്ട് രീതിയിൽ നമുക്ക് റെസിസ്റ്ററുകളെ ഒരു സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഏതൊക്കെയായിരുന്നു? സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും. ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ളത് സീരീസ് കണക്ഷൻ, ഒന്നിന് പാരലൽ ആയിട്ട് മറ്റൊരു റെസിസ്റ്റൻസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാരലൽ കണക്ഷൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സീരീസ് കണക്ഷൻ എങ്ങനെയാണ്, അത് മൂലം ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് കൊടുത്താൽ സംഭവിക്കുന്ന കറണ്ടിന് വോൾട്ടേജ് എന്ത് സംഭവിക്കുന്നു, എങ്ങനെ റെസിസ്റ്റൻസുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനും ആ കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വോൾട്ടേജിനും എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം സീരീസ് കണക്ഷൻ നമ്മൾ നോക്കണം. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം റെസിസ്റ്റൻസുകളുടെ സീരീസ് കണക്ഷൻ. റെസിസ്റ്റൻസുകളുടെ സീരീസ് കണക്ഷൻ അതായത് ഒരു റെസിസ്റ്റൻസിന്റെ പുറകെ മറ്റൊരു റെസിസ്റ്റൻസ്, അതിന്റെ പുറകെ മറ്റൊരു റെസിസ്റ്റൻസ്, ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്യുന്ന കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. In a circuit, അല്ലെങ്കിൽ when a circuit is completed by connecting the resistors one after the other, ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ it is called series connection. എന്താ പറയുന്നത്? When a circuit is completed by connecting the resistors one after the other, it is known as, അല്ലെങ്കിൽ it is called series connection. ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ when the resistors are connected in series, the effective resistance increases. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ റെസിസ്റ്റൻസുകളും ഇങ്ങനെ കണക്ട് ചെയ്ത് ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവയുടെ എല്ലാത്തിന്റെയും റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ടോട്ടൽ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഒരു റെസിസ്റ്റൻസിന്റെ പുറകെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വ്യത്യസ്ത റെസിസ്റ്ററുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർക്യൂട്ടിൽ ഈ ഓരോ റെസിസ്റ്ററുകൾ കാരണം ഉണ്ടാകുന്ന മുഴുവൻ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതാണ് പറയുന്നത് when resistors are connected in series, the effective resistance will be increased. Clear ആണല്ലോ? Then ഇനി നമ്മൾ രണ്ട് റെസിസ്റ്റൻസ് R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിലൂടെ ഒഴുകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇപ്പോ ഈ ഒരു പൊട്ടൻഷ്യലിൽ നിന്നും ഒഴുകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ, രണ്ടല്ല മൂന്നല്ല ഏതോ ആയിക്കോട്ടെ, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന
കറണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിലൂടെ ഒഴുകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഓരോ റെസിസ്റ്റൻസിനും എന്തായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോ റെസിസ്റ്റൻസിനും എന്തായിരിക്കും ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? When R1 R2 or two resistors are connected in series, the potential difference get divided in each resistance. ഓരോ റെസിസ്റ്റേഴ്സിലും എന്ത് ചെയ്യും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്ത് പോകുന്നു ഡിവൈഡ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആ സർക്യൂട്ടിനകത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ ആയിരുന്നു എന്ത് വി എന്ന് പറയുന്നത്. എത്ര റെസിസ്റ്റൻസുകൾ ഉണ്ടോ അത്രയും എന്ത് ചെയ്യും ആ വോൾട്ടേജ് എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്ത് പോകും. അതായത് ഇപ്പോൾ R1 എന്ന് പറയുന്നത് ഒന്നാമത്തെ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന വോൾട്ടേജ് V1 ആയിരിക്കും. അവിടെ ഡിവൈഡ് ചെയ്തതിന്റെ ബാക്കിയായിരിക്കും എന്ത് ചെയ്യാം രണ്ടാമത്തെ റെസിസ്റ്റർ ആയിട്ടുള്ള V2 എന്ന് പറയുന്നതിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും മൂന്നാമത്തത്, അതിലേക്ക് V3 എന്ന് പറഞ്ഞു പോകും. അങ്ങനെ ടോട്ടൽ എത്ര റെസിസ്റ്ററുകൾ ഉണ്ടോ അത്രയും എന്ത് ചെയ്യും നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. നമ്മൾ രണ്ട് റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഓരോ റെസിസ്റ്റൻസിനും എന്ത് ചെയ്യും റെസിസ്റ്റർക്കും എന്ത് ചെയ്യും V1 V2 എന്നുള്ള രീതിയിൽ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. ഇനി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റേഴ്സ് വിൽ ബി ദി സെയിം. ഈ വോൾട്ടേജ് ഡിഫറെന്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിലും ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഈ റെസിസ്റ്ററിനകത്തൂടി പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഈ റെസിസ്റ്ററിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒരു സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താ പറയുന്നത് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യുന്നു ഓരോ റെസിസ്റ്ററിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. രണ്ട് റെസിസ്റ്ററുകളാണ് ഉള്ളതെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ടുള്ള V എന്ന് പറയുന്നത് ഒന്നാമത്തെ റെസിസ്റ്ററിൽ V1 രണ്ടാമത്തെ റെസിസ്റ്ററിൽ V2 അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 plus V2. ഇനി കറണ്ടിന്റെ കേസാണ് പറയുന്നതെങ്കിൽ കറണ്ട് എന്ത് ചെയ്യുന്നില്ല ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റേഴ്സ് വിൽ ബി ദി സെയിം. അതായത് ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ ഒന്നാമത്തെ റെസിസ്റ്ററിനകത്തുള്ള വോൾട്ടേജ് ആണ് V1. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ റെസിസ്റ്ററിനകത്തുള്ള വോൾട്ടേജ്. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു V = IR എന്നായിരുന്നു. നമ്മൾ പറഞ്ഞു ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ് തുല്യമാണ് അല്ലെങ്കിൽ സെയിം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കറണ്ട് I1 I2 എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഓരോന്നിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമായതിനാൽ നമുക്ക് കറണ്ട് I എന്ന് മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ റെസിസ്റ്റൻസിന്റെ വോൾട്ടേജ് V1 = അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അതായത് V1 = IR1 V2 = IR2. ഇങ്ങനെയാണ് വോൾട്ടേജ് വരുന്നത്. ഇനി in a series circuit the voltage across the higher resistance will be the greater. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് ഓരോ റെസിസ്റ്റൻസിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഏത് റെസിസ്റ്റൻസിനാണോ അല്ലെങ്കിൽ ഏത് റെസിസ്റ്ററിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് അവിടെ ആയിരിക്കും കൂടുതൽ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതാണ് പറയുന്നത് ഇൻ എ സീരീസ് സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ദി ഹയർ റെസിസ്റ്റൻസ് will be greater. എവിടെയാണോ ഹയർ റെസിസ്റ്റൻസ് ഉള്ളത് അവിടെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും കൂടുതലായിരിക്കും. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം എന്താണ് V = IR എന്നാണ്. ഇവിടുത്തെ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട്, R എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഓരോ റെസിസ്റ്ററുകൾ മൂലം ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അവയുടെ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് R എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഓംസ് ലോ പ്രകാരം V = IR എന്ന് എഴുതാം. നമുക്കറിയാം V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IR ആയിരുന്നു. നമ്മൾ ഇക്വേഷൻ ഇതിന് തൊട്ട് മുൻപുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. V = V1 plus V2 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഇവിടെ കണ്ടതാണ്. V = V1 plus V2 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. അവിടെ എന്ത് സംഭവിക്കും V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IR ആയിരുന്നു. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
IR1 ആയിരുന്നു, V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IR2. സോ നമ്മുടെ V ഈക്വൽ ടു V1 പ്ലസ് V2 എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിട്ട് മാറും? IR ഈക്വൽ ടു IR1 പ്ലസ് IR2 എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് മാറും. ഇവിടെ ഇക്വേഷന്റെ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ഒരാളുണ്ട്. ആരായിരുന്നു അത്? I ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ഹാൻഡ് സൈഡിൽ, ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും RHS ൽ നിന്നും രണ്ടിൽ കോമൺ ആയിട്ടുള്ള I ഉണ്ട്. ഈ I നെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. I നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് R1 പ്ലസ് R2 എന്ന് പറയുന്ന R1 പ്ലസ് R2 എന്ന് പറയുന്ന ഇക്വേഷൻ വരും. സോ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? IR ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 എന്നായിട്ട് മാറും. രണ്ട് സൈഡിലും, ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലും LHS ലും RHS ലും ഒരേ ആൾക്കാർ അല്ലെങ്കിൽ ഒരേ ക്വാണ്ടിറ്റിയാണ് വരുന്നതെങ്കിൽ അവ നമ്മൾ എന്ത് ചെയ്യും? വെട്ടിപ്പോവും. അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? R ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് പറയും. ഇവിടുത്തെ R എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ റെസിസ്റ്റൻസ്, R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് കമ്പൈൻ ചെയ്ത് മുഴുവനായിട്ട് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? Effective resistance is the sum of the resistance of all the individual resistors. നമുക്ക് കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസുകളുടെ സമ്മിന് തുല്യമായിരിക്കും. If the resistors are of the same value, ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ഓരോ റെസിസ്റ്ററുകളുടെയും റെസിസ്റ്റൻസ് വാല്യൂ തുല്യമാണെങ്കിൽ, എടുത്തിരിക്കുന്ന ഓരോ റെസിസ്റ്ററുകളുടെയും, അതായത് R1 R2 R3 എത്രയോ ഉണ്ടോ, ഇത് ഓരോന്നിന്റെയും വാല്യൂ തുല്യമാണെങ്കിൽ, ഇപ്പോൾ സേ 2 ഓം ആണ് എല്ലാത്തിന്റെയും വാല്യൂ എങ്കിൽ, അതായത് ഓരോ റെസിസ്റ്റൻസും തുല്യമാണ് എങ്കിൽ നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? The effective resistance can be obtained by multiplying the resistance of a resistor with the number of resistors. നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എടുത്തിരിക്കുന്ന ഓരോ റെസിസ്റ്റൻസും തുല്യമാണെങ്കിൽ നമുക്ക് ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു റെസിസ്റ്റൻസിനെ എത്ര റെസിസ്റ്റൻസുകളാണോ ഉള്ളത് ആ നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോ നമ്മുടെ കയ്യില് 2 രൂപയുടെ 5 കോയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര രൂപ ഉണ്ടെന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 രൂപയുടെ 5 കോയിൻ ഉള്ളത്. സോ 2 ഇൻറ്റു 5 ചെയ്യില്ലേ? അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസിന്റെ ഓം 2 ഓം ആണെന്ന് വെച്ചു. അങ്ങനത്തെ ഒരുപാട് റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഇൻറ്റു ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ഒരു റെസിസ്റ്റൻസിൽ ആരുടെയാണോ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ തുല്യമാണെങ്കിൽ ആ റെസിസ്റ്റൻസ് ഇൻറ്റു എത്രയാണോ റെസിസ്റ്ററുകൾ ഉള്ളത് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായിരുന്നു നമ്മുടെ സീരീസ് കണക്ഷന്റെ സമ്മേഷൻ? എന്തായിരുന്നു? സമ്മപ്പ് ചെയ്ത് എന്തായിരുന്നു? when circuit completely connected by series എന്തായിരുന്നു? വോൾട്ടേജ് across each resistance will be different. അതുപോലെ തന്നെ ഓരോ റെസിസ്റ്ററുകളിലൂടെയുമുള്ള കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്ത് എന്തായിരിക്കും? കൂടുതൽ വോൾട്ടേജ് കൊടുക്കുന്നതായിരിക്കും. ഇതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്.